पापा जब बच्चे थे। पापा जब छोटे थे तो उनसे अक्सर पूछा जाता था, बड़े होकर तुम क्या बनना चाहते हो? അച്ഛൻ ചെറുതായിരുന്നപ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ബഡേ ഹോക്കർ വലുതായി കഴിഞ്ഞാൽ തും ക്യാ ബന്ന ചാത്തേ ഹോ, നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? പാപ്പാ കെ പാസ് ജവാബ് ഹമേശ തയ്യാർ ഹോത്ത, എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഒരു ഉത്തരമുണ്ടായിരുന്നു. മഗർ ഉൻകാ ജവാബ് ഹർ ബാർ അലഗ് അലഗ് ഹോത്താ ഥാ, പക്ഷെയോ എപ്പോഴും വേറെ വേറെ ഉത്തരങ്ങളായിരിക്കും. ശുരു മേ പാപ്പ ചൗക്കിദാർ ബന്ന ചാത്തേ ഥേ, ആദ്യമൊക്കെ അച്ഛൻ ഒരു ചൗക്കിദാർ ആവാനായിരുന്നു ആഗ്രഹിച്ചത്. ചൗക്കിദാർ ഒരു സെക്യൂരിറ്റി ഗാർഡ്. ഉन्हें ये सोचना बहुत अच्छा लगता था कि जब सारा शहर सोता है चौकीदार जागता है. അവർക്ക് ഇത് ആലോചിച്ച് നല്ല ഇഷ്ടമായിരുന്നു. എന്താ ചെയ്യുക ചൗക്കിദാർ, സെക്യൂരിറ്റി ഗാർഡ്, എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ ചൗക്കിദാർ എണീച്ചിരിക്കും. उन्हें ये सोचना भी अच्छा लगता था कि जब हर कोई सोया हुआ हो वे खूब शोर मचा सकते हैं. അവരിതും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ? എല്ലാവരും ഉറങ്ങണ നേരത്ത് ഖൂബ് ഷോർ മച്ചാ സക്തേ ഹേ, നല്ല ഉറക്കെ സംസാരിക്കാനും ഒച്ച വയ്ക്കാനൊക്കെ പറ്റും. ഉന്നെ പക്കാ യക്കീൻ താ കി ബഡേ ഹോക്കർ വേ ചൗക്കിദാർ ഹി ബനേംഗെ, നല്ല ഉറപ്പോടെ പറഞ്ഞു ഞാൻ ചൗക്കിദാർ ആവും. ലേക്കിൻ ഏക് ദിൻ അപ്നെ ചട്ടക്ദാർ ഹരേ ഠേലെ കോ ലിയേ ഐസ്ക്രീം വാല ആ ഗയാ. അപ്പോഴോ ഒരു ദിവസം നല്ല പച്ച വണ്ടി, ഹരേ ഠേലെ പച്ച വണ്ടിയിൽ ഒരാൾ ഐസ്ക്രീം വിൽക്കണത് കണ്ടു. ഭൈ വാ, പാപ്പ ഐസ്ക്രീം വാല ബനേംഗെ. അപ്പോൾ എന്താ ആയി? അച്ഛൻ ഐസ്ക്രീം വിൽക്കണ ആളെ മാതിരി ആവാന്ന് പറഞ്ഞു. വേ ഠേലെ കോ ലേക്കർ ഘൂം ഭി സക്തേ ഹേ और जितना मन चाहे उतनी ഐസ്ക്രീം भी खा सकते हैं. വണ്ടി എടുത്ത് എത്ര വേണമെങ്കിലും കറങ്ങുകയും ചെയ്യാം, എത്ര വേണമെങ്കിലും ഐസ്ക്രീമും കഴിക്കാൻ പറ്റും. पापा ने सोचा मैं एक आइसक्रीम बेचूंगा तो एक खुद खाऊंगा, छोटे बच्चों को तो मैं मुफ्त में आइसक्रीम दिया करूँगा. അച്ഛൻ വിചാരിച്ചു, ഞാൻ ഒരു ഐസ്ക്രീം വിൽക്കണ ആളായാൽ ഒന്ന് ഞാൻ സ്വന്തം അച്ഛൻ വിചാരിച്ചു, എന്തായാലും അച്ഛൻ ഒരു ഐസ്ക്രീം വിൽക്കണ ആളാണ്, അപ്പോൾ ഒരു ഐസ്ക്രീം സ്വന്തവും കഴിക്കും, ചെറിയ കുട്ടികൾക്ക് ഐസ്ക്രീം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. जब पापा के माता पिता ने ये सुना कि वे आइसक्रीम बेचने वाला बनना चाहते हैं तो उन्हें बहुत हैरानी हुई. അച്ഛൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം കേട്ടപ്പോൾ, എന്ത് കാര്യം? ഐസ്ക്രീം വിൽക്കണ ആളാവണം എന്നുള്ള കാര്യം കേട്ടപ്പോൾ അതിശയിച്ചു പോയി. उन्हें ये बात बहुत मज़ेदार लगी और वे खूब हंसे. लेकिन पापा इसी बात पर अड़े रहे कि वे यही काम करेंगे. അവർക്ക് അതിശയം തോന്നി, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും തോന്നി. പിന്നെയോ കേട്ടിട്ട് ചിരിക്കാനും തുടങ്ങി. പക്ഷെയോ അച്ഛൻ ആ കാര്യത്തിൽ തന്നെ ഉറച്ചിരുന്നു, എനിക്ക് ഐസ്ക്രീം വിൽക്കണ ആളായാൽ മതി. फिर एक दिन रेलवे स्टेशन पर पापा ने एक अजीब आदमी को देखा. ये आदमी इंजनों और डिब्बों से खेल रहा था. പിന്നെ എന്താ, ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ഒരു ആളെ കണ്ടു. അവർ ഇഞ്ചിനും ആ ട്രെയിനിൻ്റെ ബോഗികളുടെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലേക്കിൻ യേ ഡിബ്ബെ ഓർ ഇഞ്ചിൻ ഖിലോനെ നഹി ബൽക്കി അസ്ലി ഥേ, അസ്ലി. പക്ഷേ കളിപ്പാട്ടല്ല, ശരിക്കുള്ള ട്രെയിനിൻ്റെ ഇഞ്ചിനും ബോഗികളും. കഭി വേ പ്ലാറ്റ്ഫോം पर उछल कर आ जाता तो കബി ഡിബ്ബോം കെ നീച്ചെ ചലാ ജാത്ത. ചിലപ്പോൾ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കും, ചിലപ്പോൾ ബോഗികളുടെ ഇടയിലും പിന്നെ അവിടെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും. വഹ കോയി ബഹുത് അജീബ് ഓർ മജേദാർ ഖേൽ ഖേൽ രഹാ ഥാ. നല്ല രസമുള്ള ഒരു കളി മാതിരി ആയിരുന്നു അത്. പാപ്പാനെ പൂച്ച യേ കോൻ ഹേ, അച്ഛൻ ചോദിച്ചു, ഇതാരാ? ഉन्हें बताया गया ये शटिंग करने वाला है, ഇത് ഷട്ടിങ് ചെയ്യണ ആളാണ്. ഷട്ടിങ് കിസെ കഹത്തെ ഹേ? പാപ്പാനെ പൂച്ച, ഈ ഷട്ടിങ് എന്താണ്?
जब रेलगाड़ी अपनी यात्रा पूरी कर लेती है तो उसे अगली यात्रा के लिए तैयार करना होता है. ഒരു ട്രെയിന് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആക്കണം. റെയിൽഗാഡി കി സാഫ് സഫായി കി ജാത്തി ഹെ. നമ്മൾ ക്ലീനിങ് ചെയ്യണത് കണ്ടിട്ടില്ലേ, അതാണ് പറയുന്നത്. इंजन को घुमाकर ईंधन पानी भरा जाता है. इसे शटिंग कहते हैं. ഇഞ്ചിൻ ചില സമയത്ത് കണ്ടിട്ടില്ലേ, സ്റ്റേഷനിലെത്തിയിട്ട് ഇഞ്ചിൻ്റെ ഡയറക്ഷൻ മാറ്റും, അതൊക്കെ ചെയ്യും, പിന്നെ ക്ലീനിങ് ചെയ്യും, അതിനെയൊക്കെയാണ് ഷട്ടിംഗ് പറയുന്നത്. പാപ്പാക്കോ ബതായാ ഗയാ. ബസ് പാപ്പാക്കോ പതാ ചൽ ഗയാ कि वह क्या बनेंगे. वह तो रेलगाड़ी के डिब्बों को ഷട്ടിംഗ് करेंगे. ഇത് കണ്ടതും അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യില്ല, ഇനിയിപ്പോൾ ഞാൻ ഷട്ടിംഗ് മാത്രമേ ചെയ്യുള്ളൂ. इससे भी ज़्यादा मज़ेदार और क्या हो सकता है. ഇതിനേക്കാളും രസമുള്ളത് വേറെ എന്താ ഉള്ളത്. जाहिर है कि कुछ भी नहीं. जब पापा ने कहा कि वह शटिंग करने वाला बनेंगे तो किसी ने उनसे पूछा, मगर तुम तो कहते थे कि तुम आइसक्रीम बेचने का काम करोगे. अब आइसक्रीम बेचने का काम क्या होगा. ഷട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആരോ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഐസ്ക്രീം വിൽക്കണ ആളായിരിക്കും എന്ന്, അപ്പോൾ ഇനി അതിൻ്റെ കാര്യം എന്തായി. യേ സച്ച്മുച്ച് സമസ്യ ത്രീ. ഒയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പാപ്പാനെ ഷട്ടിംഗ് करने वाला बनने की सोच ली थी, मगर आइसक्रीम बेचने का चटकदार हरा ठेला भी वह नहीं गंवाना चाहते थे. ഷട്ടിംഗ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു, പക്ഷേ എങ്ങനെയാണ് ഐസ്ക്രീം വിൽക്കണ ആളും ആവാണ്ടിരിക്കുക. ആ നല്ല പച്ച വണ്ടി ഓർത്തോണ്ടിരുന്നു. ആഖിർ ഉനോനെ രാസ്ത നിക്കാൽ ലിയ. അപ്പോഴാണ് ഒരു വഴി തെളിഞ്ഞത്. പാപ്പാ ने जवाब दिया, मैं शटिंग करने वाला और आइसक्रीം बेचने वाला दोनों बनूंगा. ഞാൻ രണ്ടുമാകും, ഷട്ടിങ്ങും ചെയ്യും ഐസ്ക്രീമും വിൽക്കും. सबको बहुत अचंभा हुआ. उन्होंने पूछा, तुम दोनों काम एक साथ कैसे करोगे. എല്ലാവരും ആശ്ചര്യത്തോടെ ചോദിച്ചു, എങ്ങനെയാ രണ്ട് പണിയും ഒരുമിച്ച് ചെയ്യുക. पापा ने कहा, इसमें क्या मुश्किल है. आइसक्रीम मैं सुबह बेचा करूँगा, कुछ देर आइसक्रीम बेचने के बाद मैं स्टेशन चला जाया करूँगा. ഐസ്ക്രീം ഞാൻ രാവിലെ വിൽക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. वहाँ मैं कुछ डिब्बों की शटिंग करूँगा और फिर जाकर कुछ आइसक्रीम और बेच जाऊँगा. സ്റ്റേഷനിൽ പോയിട്ടോ കുറച്ച് നേരം ഷട്ടിംഗ് ചെയ്യും, പിന്നെ പോയിട്ട് ഐസ്ക്രീമും വിൽക്കും. इसके बाद मैं फिर स्टेशन चला जाऊँगा, कुछ डिब्बों की शटिंग कर लूँगा. इसके बाद जाकर फिर कुछ आइसक्रीम और बेच लूँगा. इसमें ज़्यादा मुश्किल नहीं होगी, क्योंकि अपना ठेला मैं स्टेशन के पास ही खड़ा करूँगा और इसलिए गाड़ियों के लिए मुझे ज़्यादा दूर नहीं जाना पड़ेगा. ആദ്യം ഐസ്ക്രീം വിൽക്കും, പിന്നെ ഷട്ടിംഗ് ചെയ്യും, അങ്ങനെ ഓരോ പണിയായിട്ട് ചെയ്യും. ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം എൻ്റെ ഐസ്ക്രീം വണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ വെക്കും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയാവും, ഐസ്ക്രീമും വിൽക്കാൻ പറ്റും. सब लोग फिर हंस पड़े. पापा गुस्सा में आकर बोले, अगर तुम मेरी हंसी उड़ाओगे तो साथ में मैं चौकीदार भी बन जाऊंगा. आखिर रात में करने के लिए होता ही क्या है. എല്ലാവരും പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അച്ഛനാണെങ്കിലോ ദേഷ്യത്തിൽ പറഞ്ഞു, ഇത്രയ്ക്കും ചിരിക്കുകയാണെങ്കിൽ ഞാൻ രാത്രി സെക്യൂരിറ്റിയും ആവും, കാരണം രാത്രി എന്തെങ്കിലും പണി വേണ്ടേ. सभी कुछ तय हो गया, लेकिन एक दिन पापा को वायुयान चालक बनने की सूझी. इसके बाद उन्होंने अभिनेता बनने की सोची. इसके अलावा वह जहाजी भी बनना चाहते थे. वायुयान पायलट, अभिनेता और जहाजी ഷിപ്പിലത്തെ ആള് എല്ലാം അവൻ ഒന്നൊന്നായിട്ട് തീരുമാനിക്കാൻ തുടങ്ങി. कम से कम वे चरवाहा बनकर लाठी हिलाते हुए गायों के पीछे घूमते हुए अपने दिन बिताना तो चाहते ही थे. പാടത്ത് പണി എടുക്കാൻ എന്തായാലും അച്ഛന് ഇഷ്ടമായിരുന്നു. अंत में एक दिन उन्होंने तय किया कि वह असल में जो बनना चाहते हैं वह है कुत्ता.
എന്നാൽ പിന്നെ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു, ഞാനൊരു ബോബോ ആയാലോ. उस दिन वह दिन भर चारों हाथ पैरों पर इधर उधर भागते हुए अजनबियों पर भौंकते रहे. എല്ലാം ഒരു ബോബോ ചെയ്യണ മാതിരി ചെയ്തു. एक बूढ़ी महिला ने उसके सिर को सहलाना चाहा तो पापा ने उन्हें काटने की कोशिश तक की. ഒരു മുത്തശ്ശി വന്ന് ഡോഗിയെ ചെയ്യണ മാതിരി ചെയ്യാൻ നോക്കി, പക്ഷെയോ അച്ഛൻ അവരെ കടിക്കണ മാതിരി ചെയ്തു. पापा ने भौंकना तो बड़ी अच्छी तरह से सीख लिया, लेकिन बहुत कोशिश करने पर भी वे अपने पैर से कान के पीछे खुजाना नहीं सीख पाए. उन्होंने सोचा कि अगर वह बाहर जाकर अपने पालतू कुत्ते के साथ बैठ जाए तो शायद वे कान के पीछे खुजाना ज़्यादा जल्दी सीख जाएंगे. पापा कुत्ते के पास जाकर बैठ गए. ഇനി എല്ലാം ബോബോയുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് നോക്കട്ടെ വിചാരിച്ചു. उसी वक्त एक अजनबी फौजी अफसर उधर से निकला. वह खड़ा होकर पापा को देखने लगा. അപ്പോഴാണ് അവിടുന്ന് ഒരു സോൾജർ പോണത് കണ്ടത്. സോൾജർ ആ അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. वह उन्हें कुछ देर तक देखता रहा और फिर उसने पूछा, ये तुम क्या कर रहे हो? സോൾജർ ചോദിച്ചു, എന്താ ചെയ്യുന്നേ? पापा ने जवाब दिया, मैं कुत्ता बनना सीख रहा हूँ. ഞാനൊരു ബോബോനെ മാതിരിയാവാൻ ശ്രമിക്കുകയാണ്. तब फौजी ने पूछा, तुम कुत्ता बनना क्यों चाहते हो? നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? पापा ने कहा, क्योंकि मैं काफ़ी दिन तक इंसान बनकर रह चुका हूँ. ഞാനൊരു മനുഷ്യനായിട്ട് കുറേ ദിവസമായി ജീവിക്കണു, ഇനിയൊരു വേറെ ആവാമെന്ന് വിചാരിച്ചു. अफसर ने कहा, बात तो सही है, पर क्या तुम जानते भी हो कि इंसान किसे कहते हैं? നീ പറഞ്ഞത് വളരെ ശരിയാ, പക്ഷേ ഒരു മനുഷ്യൻ ആരെയാണ് പറയുന്നത് എന്ന് അറിയാമോ നിനക്ക്? पापा ने पूछा, मुझे तो नहीं पता, आप ही बता दीजिए. എനിക്കറിയില്ല, നിങ്ങൾ എന്നെ പറഞ്ഞു തന്നോളൂ. अफसर ने कहा, इसके बारे में तुम अपने आप सोचो. ഇതിനെക്കുറിച്ച് നീ സ്വന്തം തന്നെ ചിന്തിക്കൂ. अफसर वहाँ से चला गया. वह ना तो हंसा और ना मुस्कुराया. पापा सोचने लगे. അവരവിടുന്ന് പോയി. ചിരിച്ചതുമില്ല, ഒന്നും സ്മൈലും കൊടുത്തില്ല. അച്ഛനാണോ വിചാരിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. वह सोचते ही रहे. अफसर ने उन्हें कोई बात भी नहीं समझाई थी. पर अचानक ही यह बात पापा की समझ में आ गई कि वह रोज़ रोज़ अपना इरादा नहीं बदल सकते. അച്ഛൻ ഫൗജി ഒന്നും മനസ്സിലാക്കി കൊടുത്തില്ല, പക്ഷെ അച്ഛന് മനസ്സിലായി എന്നും എന്നും ഇങ്ങനെ മാറാൻ പറ്റില്ല. अगली बार जब उनसे यही सवाल पूछा गया तो उन्होंने अफसर की याद आ गई और उन्होंने कहा, मैं इंसान बनना चाहता हूँ. അടുത്ത പ്രാവശ്യം ആരോ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാവാനാണ് തീരുമാനിച്ചിരിക്കണേ. इस बार कोई भी नहीं हंसा और पापा समझ गए कि यही सबसे अच्छा जवाब है. आज भी वे यही समझते हैं. पहली बात तो यही है कि हमें अच्छा इंसान बनना चाहिए. ആദ്യത്തെ കാര്യം എന്താ? ഒരു നല്ല മനുഷ്യനാവണം. ഇതാണ് നല്ല തീരുമാനം.